Question: check whether the function f of z is equal to real part of z square minus I times imaginary part of z square is analytic or not. എന്താണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്? ദ ഗിവൺ ഫംഗ്ഷൻ അനലിറ്റിക് ആണോ അല്ലയോ എന്ന് നോക്കണം. സോ ഫസ്റ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഗിവൺ ഫംഗ്ഷൻ എഴുതണം. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് f of z is equal to real part of z square minus I into imaginary part of z square. And നമ്മൾക്ക് ഈ ഫംഗ്ഷൻ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഡയറക്റ്റ് അനലിറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്തായിരുന്നു? ഇഫ് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഫോമിലാണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആവുകയും ആൻഡ് ഈ ഫംഗ്ഷൻ്റെ ഈ ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് അല്ല, നമുക്ക് എന്താണ് ഈ ഫംഗ്ഷൻ്റെ റിയൽ പാർട്ട് യുവും ഇമാജിനറി പാർട്ട് വിയും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ യുവിൻ്റെയും വിയുടെയും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആവുകയും ആൻഡ് ആ രണ്ട് ഫങ്ഷൻസ് കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? ദ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റ് ഈസ് അനലിറ്റിക്. അപ്പോൾ നമ്മൾക്ക് കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആണോ എന്ന് അറിയണമെങ്കിൽ ഈ എഫ് ഓഫ് സെറ്റിൻ്റെ റിയൽ പാർട്ട് ഏതാണ്, ഇമാജിനറി പാർട്ട് ഏതാണെന്ന് കറക്റ്റ് പറയാൻ പറ്റണം. So, what is the real part of f of z? That is u. It is given that f of z is equal to real part of z square minus I into imaginary part of z square. അപ്പോൾ u പ്ലസ് ഐ വി ഫോമിലായിരുന്നു ഉള്ളതെങ്കിൽ u റിയൽ പാർട്ടും v ഇമാജിനറി പാർട്ടായിട്ടാണ് എടുക്കുക നമ്മൾ. അപ്പോൾ ഇവിടെ എങ്ങനെയാണുള്ളത്? റിയൽ പാർട്ട് ഓഫ് z സ്ക്വയർ മൈനസ് ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ് സ്ക്വയർ എന്നാണ് നമുക്കുള്ളത്. അപ്പം അതിനെ എങ്ങനെ എഴുതാം? ഇവിടെ യു എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് സെറ്റ് സ്ക്വയർ വരും ആൻഡ് വി എന്ന് പറയുന്നത് എന്ത് വരും? ദാറ്റ് ഈസ് മൈനസ് ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ് സ്ക്വയർ എന്ന് വരും. പക്ഷേ ഈ റിയൽ പാർട്ട് ഓഫ് സെറ്റ് സ്ക്വയർ എന്താണ്, ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ് സ്ക്വയർ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് ഇഫ് സെറ്റ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ z സ്ക്വയർ എന്താണ്? എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ ആണ് വരുന്നത് അല്ലേ? ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, അടുത്തത് എക്സ് ഇൻറ്റു ഐ വൈ എന്ത് വരും? ഐ എക്സ് വൈ, നെക്സ്റ്റ് ഐ വൈ ഇൻറ്റു എക്സ് എന്താണ്? പ്ലസ് ഐ വൈ എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു ഐ വൈ ഐ സ്ക്വയർ വൈ സ്ക്വയർ ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ഐ എക്സ് വൈ പ്ലസ് ഐ വൈ എക്സ് എന്ന് എഴുതിയാൽ എക്സ് വൈ എന്ന് പറഞ്ഞാലും സെയിം ആണല്ലോ, റിയൽ നമ്പേഴ്സ് അല്ലേ? അപ്പോൾ ഐ എക്സ് വൈ എന്ന് എഴുതാം. പ്ലസ് ഇവിടെ ഐ സ്ക്വയർ എന്താണ്? ഐ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് -1 ആണ്. അപ്പോൾ ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 വരും. അപ്പോൾ മൈനസ് വൈ സ്ക്വയർ എന്ന് കിട്ടും നമ്മൾക്ക് ഇവിടെ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ഈ എക്സ് സ്ക്വയറിലും മൈനസ് വൈ സ്ക്വയറിലും ഐ എന്ന് പറയുന്ന ടേം ഇല്ലല്ലോ അല്ലേ? അതുകൊണ്ട് നമ്മൾക്ക് എങ്ങനെ എഴുതാം? രണ്ടിനെയും ചേർത്ത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് ഐ എക്സ് വൈ എത്ര ടൈം ആഡ് ആവുന്നുണ്ട്? 2 ടൈംസ്. അപ്പോൾ 2 ഐ എക്സ് വൈ എന്ന് വരും. നമ്മളതിനെ ഐ 2xy എന്ന് എഴുതും. അപ്പോൾ ഈ ഫംഗ്ഷൻ z സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടി നമ്മൾക്ക്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ എക്സ് വൈ. അങ്ങനെയാണെങ്കിൽ റിയൽ പാർട്ട് ഓഫ് z സ്ക്വയർ എന്താണ്? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൽ ഐ എന്ന് പറയുന്ന ടേം ഇല്ലാത്ത പാർട്ട്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ആൻഡ് വാട്ട് ഈസ് ഇമാജിനറി പാർട്ട് ഓഫ് z സ്ക്വയർ? ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ഐ ഉള്ളതിൻ്റെ ഐയുടെ കൂടെ എന്താണോ വരുന്നത് അത് മൊത്തം എഴുതുക. അപ്പോൾ ഐ ഇൻറ്റു 2xy അല്ലേ? അപ്പോൾ 2xy.
അപ്പോൾ ഇതാണ് റിയൽ പാർട്ട് ഓഫ് സെറ്റ് സ്ക്വയർ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഈ ഫംഗ്ഷൻ ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റിൻ്റെ യു എന്ന് പറയുന്നത്, അത് റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് സെറ്റ് എന്തായിരിക്കും? വിച്ച് ഈസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ആൻഡ് വാട്ട് ഈസ് വി? വി ഈസ് ഹിയർ v is minus imaginary part of z square. So this is equal to minus 2xy. ഇനി അടുത്തത് എന്താണ്? പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. അപ്പോൾ സ്റ്റെപ്പ് 1 ഗിവൺ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ എഴുതുക. അടുത്ത സ്റ്റെപ്പിൽ ആ ഫംഗ്ഷൻ്റെ റിയൽ പാർട്ട് ഏതാണ്, ഇമാജിനറി പാർട്ട് ഏതാണെന്ന് കണ്ടുപിടിച്ചെഴുതണം. ഈ ഒരു ഫോമിൽ എഴുതിയാലാണ് നമ്മൾക്ക് എങ്ങനെ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈയിലുള്ള ഫങ്ഷൻസ് ആയിട്ട്, അല്ലെങ്കിൽ എന്താണ് ആർ ആൻഡ് തീറ്റയാണ് വരുന്നത്, അതിലോട്ട് പോകണ്ട, അത് കൂടുതൽ കൺഫ്യൂഷൻ ആവും. അപ്പോൾ എക്സ് ആൻഡ് വൈയിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈയിലുള്ള ഫംഗ്ഷനായിട്ട് നമ്മൾ യുവിനെയും വിനെയും മാറ്റി എഴുതണം. എന്നിട്ട് അടുത്തത് എന്താണ്? പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എഴുതുക. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താണ്? യു എക്സ് എന്താണെന്ന് എഴുതാം നമുക്ക്. യു എക്സ് എന്ന് പറയുന്നത് എന്താണ്? ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അല്ലെ? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സിനെയാണ് നമ്മൾ എന്തെന്ന് എഴുതുന്നത്? ഡോ യു ബൈ ഡോ എക്സ് ആണ് യു എക്സ് എന്ന് എഴുതുന്നത്. ആൻഡ് ഡോ യു ബൈ ഡോ എക്സ്, യു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് വരുന്നത് കൊണ്ട് ഫസ്റ്റ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. അതെന്താണ്? 2x മൈനസ് വൈ സ്ക്വയറിൻ്റെ വിത്ത് റെസ്പെക്ട് ടു എക്സിലുള്ള ഡെറിവേറ്റീവ് എന്താണ് വരിക? 0. കാരണം എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എഴുതുമ്പോൾ റിമൈനിങ് ടേംസ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ y ഇവിടെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0. സോ ദിസ് ഇസ് ഈക്വൽ ടു 2x എന്ന് വന്നു. ഇനി അടുത്തത് എന്താണ്? യു വൈ എഴുതുക. യു വൈ എന്ന് പറയുന്നത് എന്താണ്? ഡോ യു ബൈ ഡോ വൈ ആണ് വരിക, അല്ലേ? ഡോ യു ബൈ ഡോ വൈ. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നതിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡെറിവേറ്റീവ് എഴുതണം. അപ്പോൾ ഫസ്റ്റ് എക്സ് സ്ക്വയറിൻ്റെ വിത്ത് റെസ്പെക്ട് ടു വൈയിലുള്ള ഡെറിവേറ്റീവ് എന്താണ്? 0. കാരണം എന്താണ്? വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ എക്സ് സ്ക്വയർ എന്തായി തീരും? കോൺസ്റ്റൻ്റ് ആയി തീരും. സോ ഇറ്റ് ഈസ് 0 മൈനസ് എന്താണ്? അടുത്ത വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ പറയണം. അതെന്താണ്? 2y. അപ്പോൾ മൈനസ് 2y ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് 2y. ഇനി അടുത്തത് ആരെയാണ് എഴുതേണ്ടത്? വി എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡോ വി ബൈ ഡോ എക്സ് ആണ്. വി നീഡ് ടു ഡിഫറൻഷിയേറ്റ് ദ ഫങ്ഷൻ വി വിത്ത് റെസ്പെക്ട് ടു എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അതായത് മൈനസ് 2xyയുടെ വിത്ത് റെസ്പെക്ട് ടു എക്സിലുള്ള ഡെറിവേറ്റീവ് എന്താണ് അത് വരുന്നത്? വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. അപ്പോൾ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ എന്ത് എഴുതണം എന്ന് വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഉള്ളതെങ്കിൽ എക്സ് ഇങ്ങനെ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ എന്ന് വരുമ്പോൾ ഇതിൽ എക്സിൻ്റെ ടേം ഒഴികെ ബാക്കി എല്ലാത്തിനെയും ചേർത്ത് എഴുതാം. അപ്പോൾ ഇവിടെ മൈനസ് 2y ഞാൻ ചേർത്ത് എഴുതി. പിന്നെ ആരാണ് വരുന്നത്? എക്സ്. ഇങ്ങനെ മൈനസ് 2y ചേർത്ത് എഴുതി കഴിഞ്ഞാൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അങ്ങ് എഴുതി കളയാം. അപ്പോൾ പിന്നെ ഇവിടെ എക്സ് വരുന്നു. ഇവിടെ എക്സ് സ്ക്വയർ ആയിരുന്നുവെങ്കിൽ ഇവിടെ മൈനസ് 2x സ്ക്വയർ ഇൻറ്റു വൈ എന്നായിരുന്നു ഉള്ളതെങ്കിൽ എന്ത് വേണം? എക്സ് സ്ക്വയറിനെ അവിടെ വെച്ചിട്ട് ബാക്കി രണ്ടിനെയും ചേർത്ത് എഴുതണം. അപ്പോൾ മൈനസ് 2y ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് വരും. എന്നിട്ട് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കാണാം 2x. അപ്പോൾ മൈനസ് 2y ഇൻറ്റു 2x, അതായത് മൈനസ് 4yx എന്ന് വരും. പക്ഷേ ഈ പ്രോബ്ലത്തിൽ നമ്മൾക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? മൈനസ് 2xy ആയിരുന്നു. വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ റിമൈനിങ് ടേമിനെ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്ന റിമൈനിങ്ങിനെ ചേർത്ത് എഴുതിയിട്ട് ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ. എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക 1. അപ്പോൾ മൈനസ് 2y ഇൻറ്റു 1 എന്താണത്? മൈനസ് 2y. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് 2y എന്ന് വരും. ഇനി അടുത്തത് വി വൈ എഴുതണം. വി വൈ എന്താണ്? ഡോ വി ബൈ ഡോ വൈ ആണ്. അപ്പോൾ എഗെയിൻ നമ്മൾ വിയിലോട്ട് നോക്കുമ്പോൾ വി എന്ന് പറയുന്നത് മൈനസ് 2xy ആണ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ വരുന്നുള്ളൂ, അല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വൈയിലാണ് ഡെറിവേറ്റീവ് കാണേണ്ടത്. അപ്പോൾ വൈയിൽ ഡെറിവേറ്റീവ് കാണുന്നേരം ബാക്കിയുള്ള ടേമിനെല്ലാം ചേർത്ത് എഴുതുക. അപ്പോൾ മൈനസ് 2 ഇൻറ്റു എക്സ്, പിന്നെ വൈ അല്ലേ ഉള്ളത്?
അപ്പോൾ -2 ഇൻറ്റു എക്സ് എന്നിട്ട് വൈയുടെ ഡെറിവേറ്റീവ് 1 അപ്പോൾ ഇൻറ്റു 1 ആൻഡ് ദിസ് ഇസ് -2x. സോ ദിസ് ഇസ് ഈക്വൽ ടു -2x എന്ന് കിട്ടി. ഇവിടെ നോക്കിക്കേ, എല്ലാ പാർഷ്യൽ ഡെറിവേറ്റീവ്സും എന്താണ് ഈ ഒരു ഫോമിലാണ് വരുന്നത്. ഇത്തരത്തിൽ വരുന്നതെല്ലാം കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആണ്. സോ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി നമ്മൾക്ക്. ഇനി കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ux എടുത്തു. ux എന്താണ്? വിച്ച് ഈസ് 2x. ആൻഡ് vy എന്താണ്? -2x ആണ് വരുന്നത്. അതായത് ux ഈക്വൽ ടു 2x ആൻഡ് ഈ 2x എന്ന് പറയുന്നത് എന്താണ്? -2x അല്ലേ വരുന്നത്, അല്ലേ? ഇങ്ങനെ പറയുന്നല്ലോ. കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എങ്ങനെ പറയാന്ന് വെച്ചാൽ ux ഈക്വൽ ടു 2x ആണ്, vy എന്ന് പറയുന്നത് -2x ആണ്, ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു മൈനസിന് എങ്ങനെയാണ് എഴുതുക? 2x എന്താണ്? ux. അപ്പോൾ -ux. അപ്പോൾ എന്ത് കിട്ടി? vy ഈക്വൽ ടു -ux. അതായത് ഈ മൈനസിനെ ഞാൻ ഓപ്പോസിറ്റ് സൈഡിലോട്ട് എടുക്കുമ്പോൾ ux ഈക്വൽ ടു -vy എന്ന് കിട്ടി. നമ്മൾക്കറിയാം കോഷി-റീമാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ux ഈക്വൽ ടു vyയും uy ഈക്വൽ ടു -vxുമാണ് വരുന്നത്, അല്ലേ? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾക്ക് എന്താണ് UNV സാറ്റിസ്ഫൈസ് കോഷി-റീമാൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ux ഈക്വൽ ടു vy എന്ന് കിട്ടിയില്ല, ux ഈക്വൽ ടു -vy എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ ദ ഗിവൺ ഫംഗ്ഷൻ f ഓഫ് z എന്തല്ല? അനലിറ്റിക് അല്ല. ഓക്കെ, ഇവിടെ കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് ഈ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് അല്ല. Next question, prove that an analytic function with a constant real part is a constant. നമ്മൾക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് ഇവിടെ? ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ ഉണ്ട് കേട്ടോ ഈ ക്വസ്റ്റ്യൻസ്. അപ്പോൾ വരില്ല എന്ന് പറയാൻ പറ്റില്ല, വരുമെന്ന് ഉറപ്പിച്ചും പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾക്ക് ഇവിടെ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? an analytic function with a constant real part. എന്താണ് ഫംഗ്ഷൻ്റെ പ്രത്യേകത? f of z എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അനലിറ്റിക് ആയിരിക്കണം. ആ ഫംഗ്ഷൻ അനലിറ്റിക്കും ആൻഡ് എന്തുകൂടെ ഉണ്ട് ആ ഫംഗ്ഷന്? വിത്ത് എ കോൺസ്റ്റൻറ്റ് റിയൽ പാർട്ട്. അതായത് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഫോമിലാണ് ഉള്ളതെങ്കിൽ അതിൽ യു എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണെന്നാണ് പറയുന്നത്. എഫ് ഓഫ് സെഡ് അനലിറ്റിക്കും ആൻഡ് അതിൻ്റെ റിയൽ പാർട്ട് കോൺസ്റ്റൻറ്റും. അങ്ങനെയുള്ളൊരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ഓൾവേസ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾക്കിവിടെ അസ്യൂം ചെയ്യേണ്ടത് എന്താണ്? ഇങ്ങനെയുണ്ടെങ്കിൽ അത് നടക്കും എന്നൊക്കെ നമ്മൾ റിയൽ ലൈഫിൽ പറയത്തില്ലേ? ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം എന്തായാലും ഇവിടെ ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെ നമ്മൾ പറയാറത്തില്ലേ? അതുപോലെ തന്നെ അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഫംഗ്ഷൻ അനലിറ്റിക്കും കോൺസ്റ്റൻറ്റ് റിയൽ പാർട്ടും ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ മൊത്തത്തിൽ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് സപ്പോസ് ചെയ്യും. സപ്പോസ് f of z is equal to u plus iv is an analytic function with u is a constant function. അപ്പോൾ ഇതുണ്ടെങ്കിൽ അത് നടക്കും, ഇവരിവിടെ ഉണ്ടെങ്കിൽ അവരും ഇവിടെ ഉണ്ടായിരിക്കും, ഞാനിവിടെ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരിക്കും എന്നൊക്കെ പറയത്തില്ലേ? അതുപോലെ തന്നെ
എഫ് ഓഫ് സെഡ് അനലിറ്റിക്കും ആ ഫംഗ്ഷൻ്റെ റിയൽ പാർട്ട് കോൺസ്റ്റൻറ്റുമായിട്ട് വരികയാണെങ്കിൽ ഈ ഫംഗ്ഷൻ മൊത്തത്തിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇപ്പം ഞാൻ പറയുന്നു, താൻ എവിടെ ഉണ്ടെങ്കിൽ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരിക്കും. അതുപോലെ താൻ ഇവിടെ ഉണ്ടെന്ന് ഫസ്റ്റ് അസ്യൂം ചെയ്യണം ഞാൻ, എന്നിട്ട് അതുകൊണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ ഈ ഫംഗ്ഷൻ ഫസ്റ്റ് അനലിറ്റിക്കും അതിൻ്റെ റിയൽ പാർട്ട് കോൺസ്റ്റൻറ്റും ആണെന്ന് നമ്മൾ ഫസ്റ്റ് അങ്ങ് സപ്പോസ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഫംഗ്ഷൻ മൊത്തത്തിൽ കോൺസ്റ്റൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇനി നമ്മൾ പ്രൂവ് ചെയ്യത്തേ ഉള്ളൂ. ഇങ്ങനെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷന് ഇൻ ടോട്ടൽ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കുമെന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ യു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണെന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ യു കോൺസ്റ്റൻ്റ് ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ യു കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു. ആ കോൺസ്റ്റൻ്റ് വാല്യൂ എന്താണെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് സി എന്ന് പറയുന്നു. ആ ഒരു വാല്യൂവിനെ സി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ലെറ്റ് യു ഇസ് ഈക്വൽ ടു സി, എ കോൺസ്റ്റൻറ്റ്. ആ ഒരു കോൺസ്റ്റൻറ്റിനെ ഞാൻ സി വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. അത് ഏത് നമ്പർ വേണമെങ്കിലും ആവാം, 1 ആവാം, 2 ആവാം, 0.5 ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ലെറ്റ് യു ഇസ് ഈക്വൽ ടു സി, എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾക്കറിയാം എഫ് ഓഫ് സെഡ് അനലിറ്റിക് ആയതുകൊണ്ട് കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ ഇതൊരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഡോ യു ബൈ ഡോ എക്സ് എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ്സ് എല്ലാം 0 ആയിരിക്കും അല്ലേ. അപ്പോൾ യു ഇവിടെ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഡോ യു ബൈ ഡോ എക്സ് 0 ആണ്, ആൻഡ് ഡോ യു ബൈ ഡോ വൈയും 0 ആണ് അല്ലേ. ഇനി ബൈ കോഷി-റീമാൻ ഇക്വേഷൻ, ഞാനിവിടെ CR ഇക്വേഷൻ എന്ന് എഴുതുന്നു. ബൈ കോഷി-റീമാൻ ഇക്വേഷൻ ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ഡോ വി ബൈ ഡോ വൈക്ക് ഈക്വലാണ്. ആൻഡ് ഡോ യു ബൈ ഡോ വൈ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ഡോ വി മൈനസ് ഡോ വി ബൈ ഡോ എക്സിനും ഈക്വലാണ്. അപ്പോൾ നമ്മൾക്ക് ഓൾറെഡി എന്ത് കിട്ടി? ഈ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആണെന്ന് കിട്ടി. ആൻഡ് കോഷി-റീമാൻ ഇക്വേഷൻ വെച്ചിട്ട് ഇത് രണ്ടും ഇങ്ങനെ ഈക്വലായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈയും ആണ് ഇവിടെ 0 എന്ന് കിട്ടിയത്. അപ്പോൾ അതിൽ നിന്ന് രണ്ടും കൂടി കോഷി-റീമാൻ ഇക്വേഷനും ഈ ഇതിൽ നിന്നും നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? ഡോ വി ബൈ ഡോ വൈ ഈക്വൽ ടു 0 ആൻഡ് മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 എന്നും കിട്ടും. അതായത് ഡോ വി ബൈ ഡോ വൈയും ഇവിടെ മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ മൈനസ് കൊണ്ട് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ഇവിടെ മൈനസിന് ഞാൻ മൈനസ് ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് എന്നാണുള്ളത് അല്ലേ. മൈനസ് ഡോ വി ബൈ ഡോ എക്സിൻ്റെ മീനിങ് എന്താണ്? -1 ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ആണ്. അപ്പം ഞാൻ ഈ ഇക്വേഷന് മൊത്തത്തിൽ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടില്ലേ. അപ്പോൾ നമുക്ക് ഇൻ ടോട്ടൽ എന്ത് പറയാം? ഡോ വി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് വി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു രണ്ട് വേരിയബിളും 0 ആണ്. എല്ലാ ഡെറിവേറ്റീവ്സും 0 ആണെന്ന് കിട്ടി. അപ്പോൾ ഡെറിവേറ്റീവ്സ് 0 കിട്ടണമെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. So this implies that v is a constant function. v is a constant function. അപ്പോൾ u ഓൾറെഡി ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരുന്നു. ഇപ്പോൾ എന്ത് കിട്ടി? വിയും കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനായി കിട്ടി. അപ്പോൾ യുവും വിയും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് u പ്ലസ് ഐ വിയും എന്തായിരിക്കും? വിച്ച് ഈസ് ഓൾസോ എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. യു പ്ലസ് ഐ വി എന്ന് പറയുന്നത് എന്ത്? എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ഓഫ് സെഡ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. ഇതായിരുന്നു നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ വി ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ, യു ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ യു പ്ലസ് ഐ വിയും എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ വേറൊരു പാർട്ട് കൂടെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ എന്താണ്, ഒരു അനലിറ്റിക് ഫംഗ്ഷൻ്റെ റിയൽ പാർട്ട് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ മൊത്തത്തിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കുമെന്ന് പ്രൂവ് ചെയ്തതുപോലെ തന്നെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലിറ്റിക്കും
ആൻഡ് അതിൻ്റെ ഇമാജിനറി പാർട്ട് കോൺസ്റ്റൻറ്റ് ഫങ്ഷനും ആണെങ്കിൽ ഈ ഫങ്ഷൻ മൊത്തത്തിൽ എഫ് ഓഫ് സെറ്റ് മൊത്തത്തിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് നമ്മൾ അടുത്ത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സപ്പോസ് ദാറ്റ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഈസ് എ കോൺസ്റ്റൻറ്റ് is an analytic function and also suppose that v, the imaginary part of this function f of z, that is v, is a constant function. Then we need to prove that അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്ത് പ്രൂവ് ചെയ്യണം? എഫ് ഓഫ് സെഡ് കോൺസ്റ്റൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. നേരത്തെ അതേ സ്റ്റെപ്സാണ് വരിക. അവിടെ യു ഈക്വൽ ടു സി എടുത്തതിന് പകരം ഇവിടെ വി ഈക്വൽ ടു സി എന്നെടുക്കണം. അപ്പോൾ വി കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്നല്ല എടുത്തിരിക്കുന്നത്. സോ ആ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് സി ആണെന്ന് സപ്പോസ് ചെയ്തു. ഏതോ ഒരു കോൺസ്റ്റൻറ്റ്, ഏത് നമ്പർ വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ വി കോൺസ്റ്റൻ്റ് ആണെന്ന് എടുത്തു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 വരും, ഡോ വി ബൈ ഡോ വൈയും ഈക്വൽ ടു 0 വരും. ഓക്കെ, ഇപ്പോൾ ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 ആണ്, ഡോ വി ബൈ ഡോ വൈ ഈക്വൽ ടു 0 ആണ്. ബൈ കോഷി-റീമാൻ ഇക്വേഷൻ we have that dou u by dou x equal to dou v by dou y and dou u by dou y equal to minus dou v by dou x. ഓക്കെ, അപ്പോൾ ഈ കോഷി-റീമാൻ ഇക്വേഷനിൽ ഈ കിട്ടിയിരിക്കുന്നത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 എന്ന് വരും. ആൻഡ് ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് ഓഫ് 0 എന്നാണ് വരിക. മൈനസ് ഓഫ് 0 എന്താണ്? 0 തന്നെ. അപ്പോൾ യുവിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം 0 ആണെന്ന് കിട്ടും അല്ലേ? ഡോ യു ബൈ ഡോ എക്സും 0 കിട്ടി, ഡോ യു ബൈ ഡോ വൈയും 0 കിട്ടി. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് യു ഈസ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. ഇപ്പോൾ യു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണെന്ന് കിട്ടി. വി ഓൾറെഡി ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണ്. സോ this implies that u plus iv is a constant function. അപ്പോൾ u plus iv കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണെന്ന് കിട്ടിയില്ലേ? u plus iv ആണ് എന്ത്? f of z. So f of z is a constant function. അപ്പോൾ ഇമാജിനറി പാർട്ട്, ഒരു അനലിറ്റിക് ഫംഗ്ഷൻ്റെ ഇമാജിനറി പാർട്ട് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ മൊത്തത്തിൽ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ പ്രൂവ് ചെയ്തു? എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന അനലിറ്റിക് ഫംഗ്ഷൻ്റെ റിയൽ പാർട്ട് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ത്രൂ ഔട്ട് ആ ഒരു എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മൊത്തത്തിൽ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. ഇനി അതിൻ്റെ ഇമാജിനറി പാർട്ട് മാത്രം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സപ്പോസ് ചെയ്താലും നമ്മൾക്ക് എന്ത് കിട്ടും? ത്രൂ ഔട്ട് ആ ഫംഗ്ഷൻ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. ഇത്രയേ ഉള്ളൂ ഒരു പ്രൂഫ്. നോട്ട് ചെയ്ത് വെക്കുക, മനസ്സിലാക്കി വെക്കുക, സ്റ്റെപ്പുകൾ പഠിച്ചു വെക്കുക.